അങ്ങോട്ട് സ്കൂളിൽ പോയിടാ നിനക്ക്. ഇന്ന് സ്കൂൾ എന്താ വല്യമ്മ? സ്കൂളില്ല, സ്കൂള് ഒരു വർഷത്തേക്ക് അവധി. എന്നാ പിന്നെ എന്നാ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. എന്നാ അതുവരെ കേറന്ന് തുടങ്ങാം. എന്തത് വല്യമ്മ? മണി 9 നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ 6-7 മണിക്ക് എണീക്കും. അവന്മാർക്ക് പ്രാന്ത്. നീ ഹോംവർക്ക് എഴുതിയാ? നീ പിന്നെ രാത്രി എന്തോ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഫോണിൽ കുട്ടിക്കൊണ്ടിരുന്നല്ലേ? അനാവശ്യം പറയരുത്. ഞാൻ ഫോണിൽ കാർട്ടൂൺ കണ്ടോണ്ട് തന്നു. ചട്ടവും വെച്ച് ചന്തയിൽ വെച്ചു കൊടുക്കണം. വല്യമ്മ ഇപ്പൊ പറഞ്ഞ ആ ദിത്തുമാമന്റെ മഹേഷ് മാമന്റെ മൂത്തത് വെച്ചിരുന്നെങ്കിൽ അവർ എന്നെ നന്നായി പോയെന്നാ. ഉള്ളത് പറയുമ്പോ അതങ്ങനെ തക്കൂത്താവണ. നിന്റെ അച്ഛൻ വിളിക്കട്ടെ, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട്. ഇത് പറയുന്ന കൂട്ടത്തില്ലേ 2 പെത്തി ബൗണ്ടിയും 1 കിലോ അന്തിപ്പരിപ്പും കൊടുത്തുതാൻ പറയും. എനിക്ക് പോയി പല്ലേടാ. തേക്കുന്നു, നാളത്തെ എത്താ പോതേ. ആ പേരൊക്കെ ഇവിടെ വെച്ചിരിക്കണം ഞാൻ. ഈ വല്യമ്മേത് ഓരോ കാര്യം നാ പോയി തേക്കുന്നത്. ഒതുക്കവും അതൊന്ന് കണ്ടും തേക്കുന്നു. സ്കൂളിലും പോന്ന എന്തരിത്? എത്ര തേച്ചിട്ട് നിന്റെ പല്ലെന്തരാ വിളിക്കാത്ത? പെയിന്റ് പണിക്ക് പോന്നേ കുത്തമാമെന്ന് നാ വെളുത്തിട്ടുണ്ട്. പല്ല് പെയിന്റ് എടുത്ത് തരാൻ അപ്പൊ വെളുക്കും. 2 ദിവസമായോളൂ ഈ പേസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട്. അതിനിടയ്ക്ക് തീർന്ന്. നിന്റെ ഈ പേസ്റ്റ് തിന്നൊക്കെ മതിയാക്കിയില്ലേടാ? എന്താന്തോ വല്യത്ത, പേസ്റ്റ് വായിൽ വെക്കുമ്പതേ അപ്പൊ തിന്നാൻ തോന്നും. വല്ല കൈപ്പോലുള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിട്ട് വെക്കി. നാളെ തൊട്ടേ ഉമുക്കിരിയാക്കി മതി. എനിക്ക് പല്ല് തേക്കുമ്പതേ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാ മതി. ഇതുപോലത്തെ ഒരു ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ സ്കൂളിൽ വല്ല കുരുത്തക്കേട് കാണിക്കാറുണ്ടോടാ? ഡേഞ്ചർ ബോയ്സ് ഇപ്പൊ ലീവിലാണ്. ഉടനെ റീഎൻട്രി നടത്തും. അന്നൊരാതി പൊത്തും. ആർക്ക്? പ്രിൻസിപ്പാളിനാ. പ്രിൻസിപ്പൽ? നീ അവിടെ ഗുണ്ടായിസം കാണിക്കണടാ പോണേ? സമൂഹം അല്ലേ വലിയത്ത ഗുണ്ടകൾ ഉണ്ടാക്കണ. അതുകൊണ്ടല്ലേ സേതുമാധവൻ ഗുണ്ട ആയത്. സേതുമാധവൻ സ്കൂളിൽ പോവാൻ സമയമായില്ലേ? പൊക്കോ. നമ്മളെ കാലത്ത് ഗുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ ഉണ്ടയിട്ട് ഓടോരും നമ്മൾക്ക്. ഇപ്പോഴത്തെ പിള്ളേരെ പോക്കേ. കൊറേ ഹോംവർക്ക് ഉണ്ട്. ആപ്പിൾ BOLL CAT. ഇതൊക്കെ ഏതിന്റെ സ്പെല്ലിങ്? എന്തേ നീ ഇത് എന്തെടാ വായിച്ചെഴുതണത്? GIRAFFE ജാഫർ. എന്ത് കറക്റ്റല്ലേ മാമ? ജാഫർ അല്ലേ, ജബ്ബാർ. ജബ്ബാറിന് എഫ് എന്താ? അത് ജിറാഫടാ. ജിറാഫ്, മറ്റേ കഴുത്ത് നീന്തിരിക്കുന്ന സാധനം. അതറിയാം. 3ാം ക്ലാസ്സിലായി. അവനൊന്നിന്റെ സ്പെല്ലിങ് പറഞ്ഞൂടാ, വായിക്കാനും പറഞ്ഞൂടാ. ഒന്നും കൂടെ ഉണ്ട്, ഏതാന്ന് പറഞ്ഞൂടാ. നീ പിന്നെ എന്തിനാ കുത്തിയും പറിച്ചോണ്ട് സ്കൂളിലോട്ട് പോണാ? കുത്തിയും പത്തോണ്ട് ആര് പോന്ന്? നാ വാട്ടർ ബോട്ടിന് ബാഗ് തൂക്കിയല്ലേ പോന്നാ. പരീക്ഷയ്ക്ക് എന്തെഴുതാനാണ് ഭാവം? നാ സുബ്രുവിനെ നോക്കിയത്. നീ ആ സുബ്രുവിനെ കണ്ട് പടി. എന്തിന്? സുബ്രു പാത്തു നോക്കിയല്ലേ എഴുതണ. ഇന്ന് വേറൊരു കാര്യമുണ്ട്. പാത്തു എന്തേ നോക്കി എഴുതണ. നാളെ ക്ലാസ്സിലെ ബുദ്ധി. ബുജി അല്ല, ബജി. ബജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി വള്ളത്തെ മാറ്റുന്ന ബജി അവതെ നാളെ കഴിച്ചില്ലായിരുന്നു. നീ അത് കഴിച്ചതാ പത്തി? അല്ല, മാമൻ കഴിച്ചോന്ന് വള്ളമേത്ത് ചോദിക്കാം. വള്ളമ്മ എന്ത് ബജി അവതെ? പഠിക്കാത്തവന്മാർക്ക് ഞാൻ ബജി തരണില്ല. ബജിയല്ലേ തോറ്റോളൂ. നാ വള്ളിമേലെ സ്വത്തൊന്നും തോറ്റില്ലല്ല. നീ വർത്താൻ എവിടെ നിന്നാ പഠിക്കണ? സ്കൂളില 9ാം ക്ലാസ്സിലെ തേറ്റത്തിന് കേട്ട് പഠിച്ച. ഞാൻ ടീച്ചർമാരെ ഒന്ന് കാണട്ടെ. ടീച്ചർമാരെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇത് പഠിക്കണമെങ്കിലേ 9ാം ക്ലാസ്സിലെ രാഹുൽ ചച്ചാൻ പോയി കണ്ടാ മതി. തേറ്റന്റെ വായിന്ന് കേൾക്കണം. പൊതിയ വിളിക്കാൻ. അവന്മാര് പലതും പറയും. നാ ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. അതല്ല, ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയണോന്ന്. ഇതിലൂടെ കളയാൻ നോക്കുമ്പോഴേ സുബ്രു ചെവി പൊത്തിപ്പിടിക്കും. ചേടാ, ഇതൊക്കെ അവന്റെ വായിന്ന് പറഞ്ഞത് തന്നെ. അല്ല, ഞാൻ ഇന്നലെ മഹേഷ് മാമനെ പറ്റി വിരുങ്ങി. ഇപ്പൊ മഹേഷ് മാമനാണ് സംസാരിക്കുന്ന. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന മഹേഷ് മാമൻ എവിടെ? അങ്ങോട്ട് ആഞ്ഞു തള്ളടാ. എന്താ പൊന്നേ, എനിക്ക് വയ്യ. ഏത് നേരത്താന്തോ ഈ പൊത്തുന്നോതാ വതാൻ തോന്നിയത്. പിന്നെ ദേശീയ മധുതേ ഈ മാസം തന്ന 11ാമത്തെ പാസൂന്ന് ഈ വണ്ടി വലിയതാവണ.
നിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ വണ്ടി എപ്പോഴേക്ക് എടുക്കുന്നു അപ്പോഴേക്ക് വണ്ടി വഴിയിലാവും. വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനും ഒരു കുഴപ്പമില്ല. എന്നാ കൊണ്ടാക്കാന്നുള്ളതാ നീ എപ്പോഴാ ഈ വണ്ടി എടുക്കണ? സിപ്പപ്പ വാങ്ങിച്ചടാ, ആഞ്ഞ തള്ളു. സിപ്പപ്പ ഒരു മന്തി വാങ്ങിച്ചു തന്നാ അടുത്ത ജില്ല വരെ ഈ വണ്ടി തളുത്തതാ. 2K കിഡ്സിന് ഇത്രയും ഡിമാൻഡാ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലടാ ഈ മഹേഷ് മാമൻ എല്ലാ ദിവസവും നിന്നെ സ്കൂളിൽ കൊണ്ടാക്കണ. എങ്ങനാ എന്നെ പതിപ്പിക്കുന്ന ഇംഗ്ലീഷ് പൂർണിമ തീറ്റുന്ന കഥ പത്തി മാമ. നീ എല്ലാ ദിവസവും സ്കൂളിൽ വന്ന ഇത് പോയി ആരടുത്തും പറയല്ലേ, മാമന്റെ കഞ്ഞൂടി മുട്ടും. ഇത് നീ എങ്ങനെയാടാ അറിഞ്ഞ? എന്താ സിന്നുകുത്തി പറഞ്ഞ്? ലൈനാ. നിന്റെയൊക്കെ പ്രായത്തിലെ എനിക്ക് കിടന്നുപിടിക്കാനേ അറിയാവുള്ളൂ. ഒരു ഇപ്പതും അതല്ലേ അറിയാവൂ. എവനെങ്ങനെ മനസ്സിലായി ഞാൻ ഇപ്പഴും കിടന്ന് പെടുക്കുമെന്ന്? മിക്കവാറും അടുത്തു വന്ന് കിടന്നപ്പോ നനവടിച്ചു കാണും. ആ തള്ളു തള്ളു വണ്ടി. നീ എന്താ സ്കൂളിൽ ഉച്ചയ്ക്ക് വന്നാ? രാവിലത്തെ 4 പീരീഡ് നമുക്ക് ടെസ്റ്റ് പേപ്പറല്ലേ സുബതു, അത് ഞങ്ങൾ കത്താക്കിയത്. എങ്ങനെ ഒന്ന് നന്നായി. രാവിലത്തെ 4 ടെസ്റ്റ് പേപ്പറേ ഉച്ചയ്ക്ക് സെസ്സാക്കി. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ പോന്നു. ഇന്ന് ഇപ്പൊ വന്നതല്ലേതാ, എഴുതിട്ട് പോവാം. പോതാവതെന്ന് ടെസ്റ്റ് പേപ്പറിനതാ എനിക്ക് മൊത്തത്തി വീട്ടിലിപ്പം വല്യമ്മ മുത്ത വാങ്ങിക്കല്ല. നിനക്കറിയാവോ? അതൊന്ന് ഞാൻ പോന്ന്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സമയം എന്തായി ബക്രു? ടീച്ചറിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ല, അതിൽ സമയം നോക്കിക്കൂതേ. എന്താ താമസിച്ചേ? വല്യമ്മ രാവിലെ എണീക്കാൻ താമസിച്ച്, അതുകൊണ്ട് ചോറുണ്ടാക്കാനും താമസിച്ച്. ഒരു ദിവസം ചോറ് കഴിച്ചില്ലെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ടീച്ചറിന് കൊണ്ടുവന്ന ചോറേ ടീച്ചർ കഴിക്കണ്ട, അതും കൂടെ ഞാൻ കഴിക്കാം. ക്ലാസ്സിൽ പോകൂ, ടെസ്റ്റ് പേപ്പറിന് സമയമായി. ടീച്ചർ എനിക്ക് ഒതുക്കത്തെ ചുമ. ചുമയോ? എന്നിട്ട് ചുമയില്ലല്ലോ. ചുമയ്ക്കാനും മറന്നുപോയി. ടീച്ചർ എനിക്ക് ഒതുക്കത്തെ പനി. പനിയാ? ചൂടില്ലല്ലോ. ചൂടില്ലേ? അപ്പൊ ടീച്ചർ എനിക്ക് എന്തോ അസുഖമുണ്ട്, ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റൂല. സുബ്രു, ബക്രു പറയുന്നത് ശരിയാണോ? അതെ ശരിയാണ് ടീച്ചർ. എങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം. വേണ്ട വീട്ടൊന്നും വിട്ടു വേണ്ട. വീട്ടാ ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ സതീസമാമന്റെ ഓട്ട കയറി പൊയ്ക്കോളാം. ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഉണ്ടോ? ഇല്ല, ടീച്ചർ ഒരു 250 തതോ. 250? അല്ല, എന്തിനാ 250? ഓട്ടോയ്ക്ക് 50 ഉള്ളൂ. കോത്രമന്തിക്കേ 250 ടീച്ചറേ. സുബ്രു, നേരത്തെ അസുഖം എന്തായാലും ടീച്ചർ, ഇപ്പൊ കൊല്ലാൻ തോന്നുന്നു. ടീച്ചറിനെ പറ്റിട്ട് മന്തിയും കഴിച്ച് സ്കൂളിലും പോയില്ല, പഠിക്കുകയും ചെയ്യണില്ല, ഹോംവർക്കും എഴുതുന്നില്ല, ചോദിക്കാനും അതുമില്ല. ഇതിനെല്ലാത്തിനും ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ദൈവമേ നന്ദി. കുട്ടി എന്നെ വിളിച്ചോ? താനാരാതോ? പിള്ളേരെ പിടിപ്പാരാണെങ്കിൽ ഇടിയും കൊണ്ട് നൂന്നോന്തേ പോവല്ലോ കേട്ടാ. ഞാൻ ഡേഞ്ചറസ് ബോയ്സിലെ ക്യാപ്റ്റനാണ്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റൂലേ? താനാര്? ദൈവോ? നോം തന്നെ ദൈവം. എന്താ ചിരിക്കുന്നേ? എന്താ വള്ളിയെത്തുന്നേ? വീട്ടിൽ രാത്രി 2 അടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ എന്നാ പറയുന്നത്? ഞാൻ ദൈവോന്ന്, എലോൺ മസ്കാന്ന്, യൂസഫ് അലിയാന്ന്, അംബാനിയാന്ന്. ഏത് ബ്രാൻഡ് അടുത്താ? ഒരു ബ്രാൻഡും അടിച്ചിട്ടില്ല. ഈ ലോകത്തിലെ സകല ബ്രാൻഡുകളും സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഞാൻ. വിശ്വാസം വരണില്ല. ലുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ കുട്ടിക്ക്? ലുക്ക് കണ്ടിട്ട് ഒരു ദരിദ്രവാസിയായി തോന്നുന്നു. നോം നിന്നെ വിശ്വസിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് 2 പച്ച റൈസ് വേണം. പത്തോ? അത്രേ ഉള്ളൂ. താ എടുത്തോളൂ. ഇപ്പൊ വിശ്വാസമായില്ലേ? ഇത് മാജിക്. നമ്മള് കഴിഞ്ഞ മാജിക് ഷോ കാണാൻ പോയതെന്ന അവിടെ റൈസ് മാത്രമല്ല, പ്രാവിനെയും പറവേനെയൊക്കെ അവര് പറത്തി വിത്ത്. കുട്ടിക്ക് ഇപ്പോഴും വിശ്വാസം ആയിട്ടില്ല. മൈനസ് മാമൻ. അല്ല, മഹേസ് മാമൻ. എടാ നീ എന്താ എവിടെ നിക്കണ? മാമൻ നാവിതാ. പിന്നെ പോയി. അപ്പൊ ഒറിജിനൽ ദൈവം തന്നല്ലേ? നാം പരീക്ഷ ഹാളിരുന്നോണ്ട് എത്ര മാസം ഒന്നും അറിഞ്ഞൂടാതെ എന്താ ദൈവമേ എന്നെ വിളിച്ചതാന്ന്. അപ്പോഴൊന്നും നിങ്ങൾ വന്നില്ല. അന്നൊക്കെ നിങ്ങൾ എന്ത് വീഗാലന്ന് ടൂറ് പോയിരുന്ന?
അത് പിന്നെ എന്തോ ഒന്നും മിണ്ടാത്ത. ലോകത്ത് കുട്ടി മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാൻ പോണം. ഓ, ഈ ലോകം തന്നെ ഉണ്ടാക്കിയ ഇദ്ദേഹത്തിന് ഒരു 100 അസിസ്റ്റന്റ് ഉണ്ടാക്കാൻ വയ്യ. പത്തൂല അല്ലേ? നമ്പർ ഇറക്കല്ലേ? അസിസ്റ്റന്റുകളെയൊക്കെ വെച്ചതാണ്. അവരെല്ലാവരും കള്ളപ്പണി. നോം പിരിച്ചു വിട്ടു. അപ്പൊ അവിടെയും കള്ളപ്പണി ഉണ്ടല്ലേ? ദൈവമേ, എനിക്ക് ഭയങ്കര ദാഹം. കുടിക്കാൻ കുറച്ച് വെള്ളം തരോ? ദാ കുടിച്ചോളൂ. പരലോകത്ത് നിന്ന് നോം കൊണ്ടുവന്നതാണ്. തിളപ്പിച്ചാറ്റിയ പാനീയ തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ്. ഞാൻ സാധയാണ് പ്രതീക്ഷിച്ചത്. ദാഹമകറ്റാൻ ഇത് ധാരാളം. നമുക്കും ഖജനാവൊക്കെ ഉണ്ടേ, കാലിയാവും. ബെസ്റ്റ്. ദൈവമേ, എനിക്ക് കുറച്ച് സംശയമുണ്ട്, ചോദിക്കത്താ? ചോദിച്ചോളൂ. സംശയങ്ങൾ തീർക്കാനല്ലേ നോം വന്നത്. ഈ കോഴി എന്ന കോഴി മുട്ടയാണ് ആദ്യം ഉണ്ടായത്. അത് പിന്നെ അതിന്റെ ഉത്തരം ഞാൻ ഉറക്കപ്പിച്ചിലാണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കോഴിയാണോ കോഴിമുട്ടയാണോ എന്നുള്ളത് എനിക്കും ഒരു കൺഫ്യൂഷനാണ്. സാധമില്ല, അത് പോത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാണാ? തൂണിൽ എപ്പോഴും ഇരിക്കാറുണ്ട്, തുരുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുള്ളൂ. സെപ്റ്റിക് ആവും. തീറ്റിയെടുക്കാൻ ജനറൽ ഹോസ്പിറ്റലിൽ വരെ പോകണം. പരലോകത്തുനിന്ന് ഒരുപാട് ദൂരമുണ്ടേ. അപ്പൊ ഞാൻ വീട്ടിലെ തൂണിൽ പോയിട്ടേ ദൈവമേന്ന് വിളിച്ചാൽ ദൈവം വരോ? അങ്ങനെ വരില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോം സർവ്വവ്യാപിയാണ്, പ്രതീക്ഷയാണ്, എല്ലായിടത്തും ഉണ്ടെന്നുള്ളത്. ഇപ്പം ദൈവം എന്റെ അടുത്ത് ഇരിക്കുകയല്ലേ, വേറെ ആരെങ്കിലും വിളിച്ചാലാ? ഇപ്പോൾ കുട്ടിയുടെ OP നമ്പറാണ്. അടുത്തയാളുടെ OP നമ്പർ ആവുമ്പോൾ അങ്ങോട്ട് പോകും. അടുത്ത് ഓപ്പിക്കാതെ അമേരിക്കയിലാണെങ്കിലേ എങ്ങനെ പോകും? ട്രെയിനിൽ തൂങ്ങി പോവോ? ഇല്ല, ഇവിടെ KSRTC ഉള്ളതുപോലെ അങ്ങ് പരലോകത്ത് DCRTC ഉണ്ട്. ദൈവം കൺട്രി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. മിന്നൽ വേഗത്തിൽ അങ്ങെത്തും. ഈ മിന്നലിന്റെ വേഗം എത്രയാണ്? അത് മിന്നലിനോട് ചോദിക്കണം. ഞാൻ അവനെ ഉണ്ടാക്കിയിട്ടെന്നേ ഉള്ളൂ. ദൈവത്തിന് എല്ലാ ഭാഷ അറിയാമോ? ആദ്യമൊക്കെ എല്ലാ ഭാഷയും പഠിക്കണമായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. സുന്ദർ പിച്ചയെ സൃഷ്ടിച്ചത് വെറുതെ ആയില്ല. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ആ തിരിന്ന് മനസ്സിലായി പഠിച്ചിട്ടില്ലാന്ന്. പഠിക്കാതെ നന്നോ അവസാനം എന്നെ പോലെ ആവും. പിന്നെ ഈ നാട് എന്തെങ്കിലും നന്നാവോ? അതിനാദ്യം ഈ ജനങ്ങൾ നന്നാവണം. അതിലും ആദ്യം ഈ ജനങ്ങളെ ഉണ്ടാക്കിയ ആള് നന്നാവണം. കിട്ടിയ ഗ്യാപ്പിൽ ഗോൾ തന്നെ ഉള്ളു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ദൃശ്യം 3 ക്ലൈമാക്സ് എന്തായിരിക്കും? പിന്നെയും തിരി ഉത്തരം പുത്തണം, കൊന്നണം കുത്തണം, അല്ലാതെ തിരിക്കല്ല വേണ്ടത്. കുട്ടിയെ പോലെ ഞാനും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ആ പിന്നെ ഞാൻ വലുതാവുമ്പം ആരാവും? വലിയ മനുഷ്യനാവും. പരലോകത്തെ കോമഡിയാ. എങ്ങനെ ഉണ്ട്? ആദ്യ പോലി അതല്ല, പോലീസാ പത്താളോ എന്താ ആവുമെന്നാണ് തോറ്റത്. ആവാൻ ശ്രമിക്കൂ. ആക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. ഇനി എന്തെങ്കിലും? എന്താ കൂത്തുകാരൻ സുബ്രുവിനെ ദൈവത്തിന് കോടീശ്വരനാക്കാൻ പറ്റോ? നിന്റെ മനസ്സ് വലുതാണ്. അത്ര വലിയ മനസ്സൊന്നുമില്ല, ചെറിയ സ്ഥിതിയല്ലേ. അപ്പൊ ചെറിയ മനസ്സായിരിക്കും. സ്വന്തമായി കോടീശ്വരനാവാതെ സ്വന്തം സുഹൃത്തിനെ കോടീശ്വരനാക്കാൻ ചോദിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അവൻ കോടീശ്വരനായി കഴിഞ്ഞാലേ അവന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരും. അപ്പൊ എന്നാ അത് കാണാൻ വേണ്ടി ഞാൻ ഇതുവരെയും നേരത്തെ കണ്ടിട്ടില്ല. സമയം 4 മണിയായെന്ന് തോന്നുന്നു. നമുക്കൊരു ചായയും ബജിയും കഴിച്ചാലാ? എനിക്ക് പോകാൻ സമയമായി. സോ അടുത്ത ഓപ്പിക്ക് സമയമായല്ലേ? നായിന്ന് ദൈവമേന്ന് വിളിച്ചാ ഇങ്ങോട്ട് വരോ? വരില്ല. പിന്നെ ഒരു നമ്പർ തരാം, അതിൽ വിളിച്ചാൽ മതി. 6161131110. ആ ഈ നമ്പർ ഞാൻ കുറെ കേട്ടിട്ടുള്ളത് എന്നാ പതിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പോട്ടെ. അതെ, പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവം വലുതാവുമ്പോ എന്തെന്നാവുമെന്ന് ഞാൻ പറയത്താ? പറയൂ. ബ്ലാസ്റ്റേക്കാരൻ ഒന്നിനും ഒരു ഉത്തരവില്ല. പോകുന്നതിന് മുമ്പ് തള്ളയെപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന പരാതിയൊന്നുമില്ലേ? നിന്നെ അനുഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി പ്രയത്നിക്കുക. ദൈവം നിന്നോടൊപ്പമുണ്ട്. ആ വളരെ ഇലക്ട്രിക് സ്കൂട്ടറിലാണല്ലേ പോകുന്നത്. പരലോകത്ത് എത്തിയത് തന്ന താത്താ. പക്കു, നീ വീട്ടിൽ പോയില്ലേ? ഇവിടെ നിക്കുന്നേ ഉള്ളുവാ. വീട്ടിലോട്ട് പോവാൻ നിന്നപ്പോ ദൈവത്തിനെ കണ്ടാ? ദൈവോ? അത് വലിയ കഥയാണ്, ഞാൻ പോന്ന വഴിക്ക് പറഞ്ഞതാ. ബാ. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ
ആഹാ വല പണി തന്നു. എനിക്ക് പോലും ഇത് ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ദൈവമേ. അത് ഞാനല്ലേ, ഇറങ്ങിത്തള്ളാം. വൃന്ദാവനം കുഞ്ചങ്ങളില്ലാത്ത നീ